ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്. നമ്മുടെ OnePlus 13R ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 40,000 താഴെ വരുന്ന ഒരു ഒരു ഫോണാണ് OnePlus 13R. 40,000 ജസ്റ്റ് മുകളുണ്ട്, പക്ഷേ ഓഫറിൽ മോസ്റ്റ്ലി എല്ലാ സമയത്തും നമുക്ക് ICICI ബാങ്കിൻ്റെ ഓഫറൊക്കെ വരുന്നുണ്ട്, 3000 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ കറക്റ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 39,999 ആണ്. അപ്പോൾ 40,000 തന്നെ. അപ്പോൾ 40,000 താഴെ നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയാൻ റേഞ്ചിൽ, എസ്പെഷ്യലി പെർഫോമൻസ് എന്ന് വെച്ചാൽ കണക്കാക്കുമ്പോൾ കേട്ടോ. എന്താ വെച്ചാൽ ഈ റേഞ്ച് നമുക്ക് ഇതിൻ്റെ കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് നമുക്ക് ഇപ്പോൾ iQ12 ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 41,000 ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും 40 താഴെ കിട്ടും. അതായാലും ഇതായാലും നമുക്ക് പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടെണ്ണത്തിലും സ്നാപ്ഡ്രാഗൺ Gen 3 തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, നമുക്ക് ഏത് ഫോൺ വേണം, ഏത് ഫോൺ എടുക്കണം. 13R കാര്യം പറയുമ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഫോണാണ്, 2025 ഇറങ്ങിയ ഫോണാണ്. മറ്റേതാകുമ്പോൾ ഒരു കൊല്ലം പഴയ ഫോണാണ്. പിന്നെ ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം എക്സ്ട്രാ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ട് ഫ്രണ്ടും ബ്ലാക്കും ഗ്ലാസ് ഉണ്ട്. എൻ്റെ ബ്ലാക്ക് കളറാണ്. ഇത് നമ്മുടെ OnePlus തന്നെ ഒരു നമ്മുടെ മാഗ്നറ്റിക് കേസ് ഇല്ലേ, അതാ സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതിലില്ലാത്ത കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് iQ12 കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാം. ക്യാമറ പെർഫോമൻസിൽ iQ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ബെറ്റർ ആണ്, പക്ഷേ ഇത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ അടുപ്പിച്ച് കുറയണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച സമയത്തിനെക്കാട്ടും ഇപ്പോൾ അത്യാവശ്യം ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട്. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ക്യാമറ മോഡാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ക്വിക്കാണ് കേട്ടോ, ഭയങ്കര ഫാസ്റ്റിംഗ് ആണ്, പ്രോസസ്സിംഗ് ഒന്നും ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ കണ്ടോ, ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, അത്യാവശ്യം നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സമയത്ത് കുറച്ച് കളർ ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, കളറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ എനിക്ക് iQ12 കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ഈ സാധനമാണ് കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് നിൽക്കുന്നത് iQനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ Android 15 വരുന്ന OxygenOS 15 ആണ് വരുന്നത്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ്. ഒരു ബഗ്ഗോ ഒരു സംഭവങ്ങളോ ഇല്ല. ആഡ്സ് ഇല്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. മറ്റേ പരസ്യങ്ങൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട് iQ12 ഇതിൽ ആക്ച്വലി ഗെറ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് അവർ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മറ്റേ നമുക്ക് ബ്രൗസർ അങ്ങനത്തെ കുറച്ച് സംഭവമുണ്ട്. ബ്രൗസർ ഡൗൺലോഡ്സ്, ഗെറ്റ് ആപ്പ്, നമ്മുടെ വിവോയിലൊക്കെ വരുന്ന സെയിം ആപ്പുകളും അതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബ്രൗസർ പക്ഷേ വലിയ ശല്യമില്ല. ബ്രൗസറിൽ വേറെ എക്സ്ട്രാ സംഭവമൊന്നും വരുന്നില്ല, പക്ഷേ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഗെറ്റ് ആപ്പ് മാത്രമുള്ള ഒരു ശല്യം, അത് നമുക്ക് ഡിസേബിൾ ചെയ്താൽ പിന്നെ ആ സാധനത്തിന് ഇവിടെ കാണുകയില്ല, പിന്നെ ശല്യം ഉണ്ടാവില്ല. വേറെ ഒരു ആഡും ഇല്ല. അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ക്ലീൻ OS പോലെ ആയി. പറയുമ്പോൾ സംഭവം ഓക്സിജൻ നമ്മുടെ എന്താ പറയുക കളർ OS തന്നെയാണ്. അപ്പോൾ പണ്ടത്തെ OxygenOS ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോശം തന്നെയാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ OxygenOS എന്ന് പറയുമ്പോൾ ശരിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലാണ് അവർ ആക്ച്വലി അടിച്ചു കയറി പിടിച്ച് വന്നതുണ്ടായിരുന്നത്. പിന്നെ അത് ഒപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫുൾ കളർ OS. ഇതിനിപ്പോൾ മിക്കതും അടുത്ത സീരീസ് ഇറങ്ങുമ്പോഴേക്കും ഫുൾ കളർ OS പെരുമാറും തോന്നുന്നുണ്ട്. അതായത് ചൈനയിലൊക്കെ OxygenOS ഒന്നും ഇല്ല, ഫുൾ കളർ OS തന്നെയാണ് വരുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സാണ്. അത് മാത്രമല്ല ഭയങ്കര സ്മൂത്താണ്. ആനിമേഷനൊക്കെ ഒരു രക്ഷയില്ലാത്ത ആനിമേഷനാണ്. അപ്പോൾ ഇത് ഈ വാൾപേപ്പർ ഉണ്ട്, നിങ്ങൾ ഉണ്ടാ. അപ്പോൾ ഭയങ്കര സ്മൂത്താണ്, ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ് ആണ്. അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട്. iQ12 നല്ല സൗണ്ട് ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ്മെൻറ്റ്, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് അതിനാണ് കൂടുതൽ, പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1 hour നമുക്ക് ഈ സാധനം ഫുൾ ചാർജ് ആവട്ടെ. നമുക്ക് ബോക്സിൽ തന്നെ 80 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് വരുന്നത്. നമുക്ക് അറിയായിരിക്കും അത് നമ്മുടെ ഉണ്ടോ, സെയിം സാധനം തന്നെ. അതിൻ്റെ ഇതിൻ്റെ പണ്ടത്തെ 100 വാട്ടിൻ്റെയും ഇരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് 11R ഉപയോഗിച്ച് അതിൻ്റെ ബോക്സ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ 13 ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമ്മൾ വീഡിയോ പേപ്പേഴ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഞാൻ 11R നമ്മൾ കൊടുത്തു വിട്ടാം. അപ്പോൾ ഒരു 40,000 എനിക്ക് ആക്ച്വലി ഇത് കിട്ടിക്കുന്നത് 30 രൂപ 32 രൂപയ്ക്കാണ് കേട്ടോ. ഞാനൊരു പഴയ ഒരു സാംസങ്ങിൻ്റെ ഫോൺ എക്സ്ചേഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഡീലിലാണ് കിട്ടിയത് സാധനം. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൻ്റെ ലോക്ക് സ്ക്രീനൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് മീഡിയ കൺസെപ്ഷനൊക്കെ സാധനം ഹൈലി റെക്കമെൻഡ് ആണ്. ഗെയിമിങ്ങിന് ഹൈലി റെക്കമെൻഡ് ആണ്. പെർഫോമൻസിൻ്റെ സൈഡിൽ ഒരു കുറവും പറയാനില്ല നമുക്ക്. അത് ഞാൻ എൻ്റെ പ്രൊസസ്സർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റാണ്, ഒരു ഇഷ്യൂസും ഇല്ല. അതുപോലെ തന്നെ നമുക്കിതിൽ എന്താ പറയുക ഫേസ് അൺലോക്ക് ഉണ്ടല്ലോ, അതും ഭയങ്കര ഫാസ്റ്റാണ്. ഉണ്ട് നോക്കുമ്പോഴേക്കും അൺലോക്ക് ആയി. ലോക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു, അൺലോക്ക് ആയി. കണ്ടു, ഒടുക്കത്തെ ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ അങ്ങനത്തെ സൈഡിലൊന്നും ഒരു ഇഷ്യൂസും സംഭവമൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ സാംസങ്ങിൽ വരുന്ന പോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് അമർത്തി പിടിച്ചാൽ ഉണ്ടോ, സർക്കിൾ സെർച്ചും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. നമുക്ക് പിന്നെ 4 കൊല്ലത്തിന് ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവരുടെ അപ്ഡേറ്റ് ഒക്കെ എല്ലാ മാസവും കറക്റ്റായിട്ട് വരും കേട്ടോ. നമ്മുടെ സാംസങ് ഇപ്പോൾ 1 UI കുറച്ച് ഷോക്കാണ്. പണ്ട് നമ്മുടെ 1 UI
എല്ലാ മാസം കറക്റ്റ് അപ്ഡേറ്റ് ആൻഡ്രോയിഡ് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എല്ലാ മാസം വരുന്നുണ്ട്. ഇപ്പോഴും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ട്, പക്ഷേ സാംസങ്ങിൽ 1 year 7 സ്റ്റേബിൾ മാത്രം വന്നിട്ടില്ലെങ്കിൽ മാത്രം. അപ്പോൾ ഓവറോൾ വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 40,000 അണ്ടറിൽ iQ12 ആയാലും മോശമൊന്നുമില്ല. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൊല്ലം പഴയ ഒരു ഓൾഡർ മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ iQ12 ഭയങ്കരമായിട്ടും ഭേദം iQ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 13 വാങ്ങിക്കായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസ്സർ അതിൽ കിട്ടുന്നുണ്ട്. 50 രൂപയ്ക്കൊക്കെ നമുക്ക് ഓഫറിൽ കാർഡ് ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ iQ12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ iQ13 ആണ് ലാഭം. എന്താ വെച്ചാൽ iQ12 42,000 ആണ് നമുക്ക് പ്രൈസ് വന്നേക്കുന്നത് വിത്തൗട്ട് ഓഫർ. ഇതാകുമ്പോൾ നമുക്ക് ഓഫറിൽ ആ ഒരു എനിക്ക് തോന്നുന്നു ഓഫർ ഇപ്പോൾ ഉണ്ടോ, iQന് ഓഫർ ഉണ്ടോ നോക്കട്ടെ. മറ്റേന് നമുക്ക് ഓൾമോസ്റ്റ് 55,000 രൂപയാണ്, പക്ഷെ നമുക്കതിന് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. iQന് നമുക്കിപ്പോൾ 41,999 ആണ് 12 GB 256 GB വെർഷൻ്റെ വില വരുന്നത്. 42,000 തന്നെ, ഓൾമോസ്റ്റ് സിമിലർ തന്നെ. പക്ഷേ നമുക്ക് ഇതിലും വേറെ കാർഡ് ഡിസ്കൗണ്ട് സംഭവമൊന്നും ഇല്ല കേട്ടോ ആമസോണിൽ. അപ്പോൾ ഓൾമോസ്റ്റ് 42,000 കിട്ടുള്ളൂ. പിന്നെ ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2,000 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് ആയിട്ട് ആമസോൺ പേ ബാലൻസ് കിട്ടുന്നു മാത്രം. പക്ഷേ OnePlus 13R വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ICICI ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. കണ്ടു, ആമസോൺ ICICI കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,700 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടും. ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 3,000 രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. HDFC ആണെങ്കിൽ 2,750 രൂപ കിട്ടും. കണ്ടു, അപ്പോൾ നമുക്ക് ഏത് HDFC കാർഡുണ്ടെങ്കിലും ICICI കാർഡുണ്ടെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് 40,000 രൂപ അല്ലെങ്കിൽ 40,000 താഴെ എന്ന് പറഞ്ഞാൽ 39,000 കറക്റ്റ് 40 തന്നെ ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എക്സ്ട്രാ എടുത്ത് പറയാൻ കാരണം. പിന്നെ നമുക്ക് ഇതുപോലെ എക്സ്ട്രാ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഈ കേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സാൻഡ് സ്റ്റോൺ കേസാണത്, നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് iQ13 എടുക്കായിരിക്കും കുറച്ചുകൂടെ iQ12 എടുക്കാനായിട്ട് നല്ലതെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് അതിന് iQ13 നമുക്ക് ഓഫർ വരുന്നുണ്ട്. iQ12 പഴയ മോഡലായതുകൊണ്ട് അവർ ഓഫറൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ iQ13 നമുക്ക് 12 GB 256 GB പ്രൈസ് വരുന്നത് 54,999 ആണ്, 55,000 രൂപയാണ്. പക്ഷേ നമുക്ക് HDFC കാർഡിനും അതുപോലെ തന്നെ ICICI കാർഡിനൊക്കെ നമുക്ക് 2,500 രൂപ 3,500 രൂപ നമുക്ക് EMI ഒക്കെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 50,000 രൂപയ്ക്ക് നമുക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം iQ12 ഭയങ്കരമായിട്ട് നല്ലത് iQ13 വാങ്ങിക്കായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കില്ല, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൽ, ക്യാമറ ആയിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആമസോണിൻ്റെ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ്ഡാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.